ആര്യ സിബിൻ കോൺട്രവേഴ്സി. ഇത് കോൺട്രവേഴ്സി ആണെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ ഇടയ്ക്ക് ചിലർക്ക് അത്യാവശ്യം കണ്ടന്റ് താരതമ്യം വരുമ്പോഴത്തേക്ക് ചുമ്മാ ഇരിക്കുന്നവരെ പോയി കുത്തിപ്പൊക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ഭാഗം പറയണമെന്ന് തോന്നിയത്. ആര്യയുടെയും സിബിൻ്റെയും വിഷയത്തിൽ ഇടപെട്ടത് ഞാനായിരുന്നു. അവർ കോംപ്രമൈസ് ചെയ്ത് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആകാനുള്ള തീരുമാനം എടുത്തത് ഞാൻ ഇടപെട്ടതിന് ശേഷം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ട്. പലരും പ്രമുഖ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയണമെന്നുള്ളത് എൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സിബിൻ ആര്യയുമായി വിവാഹം കഴിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടാകുന്നില്ല. എന്തിനു ഈ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കര കൗതുകമായിരുന്നു. ചിഞ്ചു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്ന്. കാരണം ചിഞ്ചുവിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് സെപ്പറേറ്റഡ് ആയത്. ഒരുപക്ഷെ സിബിൻ വളരെ ആഗ്രഹിച്ചിരുന്നു മുൻപോട്ട് പോകാൻ എന്നുള്ളതാണ്. ചിഞ്ചു ആണ് ഒരു കാരണവശാലും യോജിച്ചു പോകില്ല എന്നൊരു ടൈമിൽ വന്ന് രണ്ടുപേരും ശരിക്കും ഒന്നിരുന്നിരുന്നാൽ ഒരുപക്ഷെ അത് പിരിഞ്ഞു പോകില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ ഇതായിട്ട് പറയാനൊക്കത്തില്ല. ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത്തരത്തിൽ ഹേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ചിഞ്ചുവിൻ്റെ ഭാഗമുണ്ടായിരുന്നത്. സിബിൻ കുറച്ച് ഈഗോയിഷായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിബിനോട് കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആയി പോവുകയാണെങ്കിൽ ചിഞ്ചുവിന് ആ ലൈഫ് തിരിച്ച് റീകളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ് രണ്ടുപേർക്കും. സിബിൻ ഒരിക്കൽ പോലും കുഞ്ഞിന് വേണ്ടിയിട്ട് നോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്നോട് സംസാരിച്ച സിബിൻ വളരെ ജെന്യൂനായിട്ടാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് സിബിൻ, വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതേപോലെ തന്നെ ആര്യയുടെ കേസും അങ്ങനെ തന്നെയാണ്. ആര്യയ്ക്ക് അന്ന് ഇവരുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഐഡിയ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴായിരിക്കും, അതായത് അവർ സെപ്പറേറ്റ് ആയതിനു ശേഷമായിരിക്കും അവർ തമ്മിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വ്യക്തമായി എനിക്കറിയാം. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ അവരുടെ സുഹൃത്ത വലയത്തിലോ ഒന്നുമില്ല. പക്ഷേ ഈ വിഷയം നടക്കുമ്പോൾ ഇവർ 3 പേരും എന്നോട് സംസാരിച്ചിരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ ടൈം ലൈനിൽ പിന്നെ ചിഞ്ചു വന്നിട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വ്യക്തമായി അവളുടെ പ്രോബ്ലം പറഞ്ഞിരുന്നു. അവളോട് പബ്ലിക്കായിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ പ്രോബ്ലം വളരെ അമിക്കബിളി സോൾവ് ആയ ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ആര്യയും സിബിനും വിവാഹിതരാകാൻ പോകുമ്പോൾ അനാവശ്യമായി ആ പെൺകുട്ടിയുടെ പേരും കൂടെ വലിച്ചിടുന്നത് ഒരുതരം തെണ്ടിത്തരമാണെന്ന് പറയും. നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കണ്ടന്റ് ഇല്ലെങ്കിൽ ചുമ്മാതിരിക്കുന്നവർ ചൊറിയണ എന്തടിസ്ഥാനത്തിലൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, അവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ വളരെ സാധ്യത കുറവായിരുന്നു. ഈഗോയിസ്റ്റിക് ആയ 2 പേഴ്സൺസ് ആണ്. അവരുടെ ഈഗോ ആണ് അവരെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയത്. അല്ലാതെ അവൻ നോക്കാത്തതോ അവൾ നോക്കാത്തതോ ഒന്നുമില്ല. ചെറിയ സംശയങ്ങൾ, അത് വളരെ വലുതാകുന്ന രീതി, അതങ്ങനെ സംശയിക്കരുത്, ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇല്ലായ്മ, ഇതൊക്കെ തന്നെയാണ് അവരെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയത്. നിസ്സഹായാവസ്ഥയിൽ നിന്നത് ആര്യയായിരുന്നു. കാരണം ആര്യയ്ക്ക് ഇവർ ചേർന്ന് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ആര്യ മുൻപേ ഇങ്ങനെ ഒരു കൺസെപ്റ്റും കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന്. ആര്യയും വലിയൊരു ട്രാജിക് സിറ്റുവേഷനിൽ കൂടെ പാസ് ത്രൂ ആയ വ്യക്തിയാണ്. അവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. അവരുടെ ബിസിനസ് പരമായിട്ടും നല്ല ഇൻവോൾവ്ഡ് ആയിരുന്നു സിബിൻ അവർക്കൊപ്പം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബിഗ് ബോസ് ഒരുപക്ഷെ സിബിൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിഗ് ബോസ് വിന്നർ തന്നെ സിബിൻ ആകുമായിരുന്നു. അത്രയ്ക്ക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് സിബിൻ എന്ന് ഞാൻ പറയും. ഈ ചിഞ്ചുവിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ചിഞ്ചു ഇൻഡിപെൻഡൻ്റ് ആണ്. ചിഞ്ചുവിന് ഈ വിവാഹ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സിബിൻ പരിഗണിക്കണം എന്നുള്ളത് ഒരു നിർദ്ദേശമായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ചിഞ്ചു. അല്ലാതെ ചിഞ്ചുവിന് അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ പലരുടെയും ബ്രെയിൻ വാഷിൽ പെട്ടുപോയി സിബിനെ ഒന്ന് അപമാനിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിന്ന ചിഞ്ചുവിനോട് നമ്മളൊക്കെ പറഞ്ഞു. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കൂട്ടം പെൺകുട്ടികളാണ് അവളോട് പറഞ്ഞു കൊടുത്തത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ സിബിനല്ല പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കുഞ്ഞിനായിരിക്കും നാണക്കേട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് ആ പെൺകുട്ടിയെ തിരിച്ചറിയുകയാണ് ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ എങ്ങനെയാണ് വന്ന് അതിനകത്ത് ഡയലോഗ് പറയാമെന്ന് എനിക്കറിയത്തില്ല. കമൻസ് ഇടുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അസ്യൂം ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയാതിരിക്കുക. കൃത്യമായി അവരുടെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങൾ അവർ പരസ്പരം പറഞ്ഞ് അവർ ബോധ്യപ്പെട്ട് അവർ അമിക്കബിളി അത് സോൾവ് ചെയ്തു. രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടി ഒരു വക്കീലിൻ്റെ മുൻപിൽ ഒപ്പിട്ട് പിരിഞ്ഞവരാണ്. അവർക്ക് തർക്കമില്ല. മ്യൂച്വൽ കൺസേണിൽ പിരിഞ്ഞ 2 വ്യക്തികളാണ്. ശരിയായിരിക്കാം, അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ വളരെ വലുതായിരുന്നിരിക്കാം. ആ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് സിബിന് എത്താനും എത്തിയിട്ടില്ല. അതേപോലെ സിബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിഞ്ചുവിനും സിബിൻ്റെ ഒരു ചുറ്റുപാടിനെ അനുസരിച്ച് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം അതാണ്. 2 കുടുംബങ്ങളിൽ നിന്ന് വന്ന വ്യക്തികൾ
വളരെ വ്യത്യസ്തതയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളായിരുന്നു അവർ ഒന്നിച്ചു പോയെടുത്ത് അവർക്ക് പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം അവർക്ക് നഷ്ടപ്പെട്ട സമയത്താണ് അവർ സെപ്പറേറ്റഡ് ആകാമെന്ന് തീരുമാനിക്കുന്നത്. ചില എക്സ്പെക്റ്റേഷൻസ് ആണ് പല രീതിയിലുള്ള അപജയത്തിന് കാരണമാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വിഷയത്തിലും അത് തന്നെയാണ്. ഒരുപാട് ശ്രമിച്ചിരുന്നു, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അവരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയുന്നവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർ പിരിഞ്ഞു പോകത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ അവരെ പരിചയപ്പെടുന്ന സമയത്ത് വളരെ വൈകിപ്പോയിരുന്നു. അവർക്ക് ഒരു കാരണവശാലും മുൻപോട്ട് പോകാൻ സാധിക്കാത്ത തക്കവണ്ണം ഈഗോയിഷായി നിൽക്കുന്ന ഒരു ലെവലിലായിരുന്നു സിബിൻ ഉണ്ടായിരുന്നത്. പക്ഷെ ചിഞ്ചുവും ആരുടെയൊക്കെ ബ്രെയിൻ വാഷിൽപ്പെട്ട് സിബിനെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ്. സിബിനെതിരെ വളരെ മോശമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുകയും ഓടി നടന്ന് സിബിനെ അപമാനിക്കുന്ന ഒരു രീതി ചിഞ്ചുവിനുണ്ടായിരുന്നു. ചിഞ്ചു അത് പിന്തുടരാതിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സിബിൻ പിന്നെയും കുറേ ദിവസം കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ചിഞ്ചു മാറി വരും എന്നുള്ള ലെവലിൽ. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കാഴ്ച കണ്ട വ്യക്തി ആയതുകൊണ്ട് വരെ രണ്ടുപേരുടെ ഭാഗത്തും നല്ല രീതിയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ആര്യ ഇന്നസെൻ്റ് ആണ്. ആര്യ പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ആര്യ ഇപ്പോൾ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് കറക്റ്റ്. പിന്നെ ഇവർക്ക് രണ്ടുപേരുടെ, ഇപ്പോൾ ആര്യയുടെ ഹസ്ബൻഡ് ആണെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്, ചിഞ്ചുവും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. പിന്നെ സിബിനും ആര്യയും ഒന്നിക്കുന്നതിൽ ആർക്കെന്താ പ്രശ്നം ഇരിക്കുന്നത്? മകളെ സ്നേഹിക്കുന്നത് എന്തോ അമ്മയിലേക്കുള്ള ദൂരമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെ. നമ്മളുടെ കുഞ്ഞുങ്ങളെ കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ വരണമെന്നാണ് ഓരോ സെക്കൻഡ് മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും വിചാരിക്കുന്നത്. കുട്ടിയിലൂടെയാണ് അമ്മയിലേക്ക് എത്താൻ പറ്റുക, അല്ലാതെ ഡയറക്റ്റ് അമ്മ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും സെക്കൻഡ് മാരേജിൻ്റെ കാര്യമാണ് തീരുമാനിക്കത്തില്ല. കാരണം അവൾക്ക് കൺസേൺ കുഞ്ഞാണ്. ആ കുഞ്ഞിനും കൂടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം അവളെ വിവാഹം കഴിക്കുന്ന ആൾ. സിബിന് കിട്ടുക എന്ന് പറയുന്നത് ലക്കി ആയതുകൊണ്ട് തന്നെയാണ്, അവൻ്റെ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട്. അവളൊരു ഗുഡ് ലിസണർ ആണെന്നും അവരുടെ ലൈഫ് ഹിസ്റ്ററി കേൾക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാകുന്നത് ആര്യ അതിനകത്ത് ഒരു കളവും കൂട്ടിച്ചേർത്തിട്ടില്ല. ആര്യയ്ക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ സിബിനെ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുറേ അവൻ്റെ കുറേ ഈഗോ പ്രോബ്ലംസ് ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ അവന് അത്രത്തോളം മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ സാധിക്കുള്ളൂ. അത് ആര്യയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളിലും കൂടെയൊക്കെ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടി വന്നത്, ഇത് വേറെ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നി. അതുമാത്രമല്ല എൻ്റെ പേര് പലയിടത്തും വലിച്ചഴിക്കപ്പെട്ടു. പ്രമുഖ യൂട്യൂബർ എന്തോ ഒന്നുമല്ല, ഒരു ബ്രെയിൻ വാഷും അവിടെ നടന്നില്ല. അവളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് അവളെ കൊണ്ട് സിബിനെതിരെ ഒരു യുദ്ധം നടത്താമെന്ന രീതിയിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ ഇറങ്ങി നിന്ന് ചെയ്ത ഇതിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഒരു വ്യക്തി അവിടെ ചെയ്ത കാര്യം, പ്രത്യേകിച്ച് ബിഗ് ബോസിൽ പോലും സിബിൻ ചെയ്തത് വളരെ ജെന്യൂനായ കാര്യമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വൈകൃതങ്ങൾ നടക്കുമ്പോൾ പുറത്തു നിന്ന് 3-4 ആണുങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങളെ തേച്ചൊരു വ്യക്തിയാണ് ഇതെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്കെതിരെ അവൻ അവിടെ നടത്തിയ സമരങ്ങൾ അത് കൃത്യമായി പൊതുസമൂഹം ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടെ ആകുമ്പോൾ ആ വ്യക്തിയെത്തിയെ ചെയ്യാൻ ആദ്യത്തെ ഭാര്യയെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു എന്നുള്ള വസ്തുതയാണ്. ഞങ്ങളെന്ന് ഞാൻ പറയുന്നത്, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് ലേഡീസിൻ്റെ, അക്സ്മ എന്നൊരു കൂട്ടായ്മ. അതിനകത്ത് ഒത്തിരി പേരുണ്ട്. അവർ മിക്കവാറും യൂട്യൂബേഴ്സൊക്കെ തന്നെയാണ്, ഒരുപാട് പെൺകുട്ടികൾ. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞാൻ അതിനകത്തേക്ക് ചിഞ്ചുവിനെ ആഡ് ചെയ്തിട്ട് ചിഞ്ചുവിനെ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എപ്പോഴും എനിക്ക് പെണ്ണുങ്ങളോട് പറയാനുള്ളത് അത്രയേ ഉള്ളൂ, നമ്മൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ അവരുമായി മുൻപോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അമിക്കബിളി അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണവന്മാരെയൊക്കെ കൂട്ടി നിർത്തി നമുക്ക് ഫേവർ ആകുന്ന രീതിയിൽ അതിനൊരു എൻഡപ്പ് ഉണ്ടാക്കുക. അതിന് പകരം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കല്ലെറിയരുത്. ഒരു നിമിഷമെങ്കിലും ഒരു രാത്രിയെങ്കിലും സ്വസ്ഥമായി അവൻ്റെ നെഞ്ചിൽ കിടന്ന് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ അവമാനിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രണയത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഓണർഷിപ്പാണ്. അതേസമയം വളരെ ദുഷ്ടനാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ മാറണം. കാരണം അവൻ മൂലം മറ്റൊരു പെണ്ണ് അതേ അവസ്ഥ അനുഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സിബിൻ അത്രത്തോളം ക്രൂവൽറ്റി ഒന്നും എവിടെയും കാണിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ സമാധാനപരമായി തീർന്ന ഒരു വിവാഹമോചനത്തിനെ ഇപ്പോൾ എടുത്തു വെച്ചിട്ട് പറയുമ്പോൾ ഇതിൽ ആക്രമിക്കപ്പെടുക ചിഞ്ചു കൂടെയാണ്. കാരണം ഇത്രയും ദിവസം നീ എവിടെ പോയിരുന്നു, നീ ഇപ്പോഴാണോ വന്നേ എന്ന ചോദ്യങ്ങളും അവിടെയുണ്ട്. അത് മോശമായ ഒരു കാര്യമാണ്. ആരൊക്കെയോ അവൾ പണ്ട് പറഞ്ഞ വീഡിയോസ് എടുത്ത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ട് അത്യാവശ്യം റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ചിഞ്ചുവിനോട് പറഞ്ഞതും. നീ ഇപ്പോൾ പറയുന്ന സംഗതികൾ അവരുപയോഗിക്കുക മറ്റൊരവസരത്തിലായിരിക്കും, അന്ന് നമുക്കിത് വിലക്കാനോ മാറ്റാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആപ്റ്റായി. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ദേഷ്യത്തിന് എടുത്തു വെച്ച് പറയുന്ന സംഗതികൾ പിന്നീട് മറ്റുള്ളവർ ഉപയോഗിക്കുമെന്നുള്ള ചെറിയ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും. ഈ ഒരു വിഷയത്തിൽ അവർ നിരപരാധികളാണ്.
നല്ലൊരു വിവാഹമാണെന്നാണ് എൻ്റെ ഒരു അനലൈസേഷൻ. ബിക്കോസ് ഞാൻ കാണുന്നിടത്തോളം ആര്യ അത്രത്തോളം അവമാനിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട, ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആര്യ. അതേപോലെ തന്നെയാണ് സിബിനും. തകർത്തെറിയപ്പെട്ട ഒരു ജീവിതമാണ്. ആരുടെയൊക്കെയോ ബ്രെയിൻ വാഷിൽപ്പെട്ട ഒരു പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ്. അല്ലാതെ സിബിനല്ല ചിഞ്ചുവിനെ ഉപേക്ഷിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിഞ്ചു വളരെ കട്ട് ആൻഡ് റൈറ്റായിട്ട് എനിക്ക് ഈ ബന്ധവുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സിബിൻ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഞാൻ വിറ്റ്നസ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനകത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞത്. താങ്ക് യു.